പിന്നെ ഇതുപോലൊരു ഓണത്തിന്റെ അന്നാണ് എന്റെ അളിയ 20 രൂപ മത്തി വാങ്ങിക്കാൻ വേണ്ടി പോയത്. 20 വർഷം കഴിഞ്ഞ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ എനിക്കൊരു അനിയത്തിയുണ്ട്. ഞാൻ ഇത്രയും നാൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു ചേട്ടന്റെ വിഷമം നിങ്ങൾക്കറിയാല്ലേ. ഞാൻ എന്ത് ചെയ്യണം? അവക്ക് യോഗ്യനായ ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ? കൊടുത്തു. ഇന്ന് അവളുടെ കല്യാണമാണ്. പുറത്തു വന്നിപ്പോണ്ട്. വിളിക്കട്ടാ? വിളിക്കാം. അപ്പൊ രണ്ടുപേരും കൂടെ ഐശ്വര്യമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചോണ്ട് വലത് കാലം വെച്ച് നീ കയറി വാ. ഭാര്യ സഹോദരന് വന്ദനം. ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിന് വന്ദനം. ഞാനൊരു മലയാള ഭാഷ അധ്യാപകനാണ്. എന്നെ ഭാഷ പഠിപ്പിക്കാൻ വന്നാൽ തിരിച്ച് എന്റെ വായിന്ന് നല്ല ഭാഷ തിരിച്ച് കേൾക്കും. ആ ഭാഷയല്ല, ഞാൻ മലയാള ഭാഷ അധ്യാപകനാണെന്ന്. ചുഴലിയാണോ? അല്ല, വിദ്യാഭ്യാസം ഉള്ളവരെ കാണുമ്പോ എന്നെ അണ്ണ ഇങ്ങനെയാണ്. അസൂയ, വെറും അസൂയ. എന്റെ അളിയെ എനിക്ക് വിവര വിദ്യാഭ്യാസമുള്ളവരെ കണ്ട ചൊറഞ്ഞങ്ങ് കയറും കേട്ടാ. അതങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അനിയത്തി ഞാൻ പൊന്നുപോലെയാണ് നോക്കിയത്. കുട്ടിക്കാലത്ത് എവളൊന്ന് കരഞ്ഞേനും ഞാൻ 3 മാസം ജയിലിൽ പോയി കിടന്നു. അതെന്തിനാ? ഇവളെ കൊച്ചിലെ അച്ഛൻ വടിയെടുത്ത് 2 അടി കൊടുത്തു. എനിക്ക് സഹിക്കോ? അച്ഛന്റെ കവാലമുളൊക്കെ 2 എണ്ണം കൊടുത്ത് പോലീസ്. സ്വന്തം പിതാവിനെ ഈ കരാള ഹസ്തങ്ങൾ കൊണ്ട് തല്ലിയിട്ട് അകത്തുപോയ ആളാണോ ഈ നിൽക്കുന്നത്? അയ്യോ, ഇവ എന്റെ വാഴയ്ക്ക് കോളുണ്ടാക്കും. വാഴയ്ക്ക് കോള കൊടുക്കുന്നുണ്ടോ? അയ്യോ, കോളയല്ല, അത് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹണിമൂണിന് വേണ്ട 2 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ഹണിമൂണിന് പോകണം. പിന്നെ പറയണ കേട്ടാത്തൊന്ന് സിംഗപ്പൂരിന് 2 ടിക്കറ്റ് എടുത്തെന്ന്. ആലപ്പുഴയ്ക്കുള്ള ലോക്കൽ ട്രെയിനിൽ 2 ടിക്കറ്റ്, അതും ബോട്ട് കയറ്റിയില്ല. ജട്ടി എന്തടി മോശോടി? ജട്ടിയിൽ എന്തെല്ലാം കാണാൻ കിടക്കുന്നു, മനോഹരമായ കാഴ്ചകൾ. നീർക്കാക്ക വന്ന് വെള്ളത്തിൽ മുങ്ങി താന്ന് പോണത് കാണും. എന്റെ അളിയ ഒന്ന് ആലോചിക്കണം. ഈ കാശ് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര പേരെ കഴുത്തി കത്തി വെച്ചെന്നറിയാമോ? അതെന്തിന്? ഞാൻ ഭയങ്കര ഗുണ്ടയല്ലേ അളിയാ. ഞാൻ ഭയങ്കര ഗുണ്ടയാണ് നാട്ടില്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടന്ന ആളുകളെല്ലാം പേടിക്ക് എഴുന്നേറ്റ് തൊഴു. എനിക്ക് പൈസ കൊണ്ടുവരും. ഇന്നാളെ തന്നെ ഒരു ചെറുക്കൈക്ക് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ എന്നെ വിളിച്ചു, അങ്കിൾ ഗുഡ് മോർണിംഗ്. തിരിഞ്ഞൊന്നും നോക്കില്ല. അവന്റെ പേന വാങ്ങിച്ച് ചവിട്ടി കൊടുത്തു ചെവിക്കലുടക്കൊന്നു. എനിക്ക് അറിഞ്ഞൂടാത്ത ഭാഷ പറഞ്ഞ പിന്നെ ഞാൻ തിരിയണോ അളിയാ? അളിയ കത്തി വെക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കത്തി വെക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ വാഴയ്ക്കുന്നു കോള. അല്ല അളിയ, നീ ഇടയ്ക്കിടയ്ക്ക് വാഴയുടെ കാര്യം പറയുന്നത്. വാഴ കൃഷിയുണ്ടാ? എന്താന്നറിയാളിയാ, എനിക്ക് ആരെങ്കിലും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് എന്ന് പറമ്പിക്കണ വാഴയ്ക്ക് അല്ല അളിയ, വേറെ കേസുണ്ട്. അളിയന്റെ പെങ്ങൾക്ക് കൊടുത്ത സ്ത്രീധനം വളരെ കുറഞ്ഞു പോയി. അളിയ എനിക്ക് എന്തറിയാം ഒരു കുറവ്? അയ്യോ, അങ്ങക്കെല്ലാം കൂടുതലേ ഉള്ളു. ആണേ, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പ്രായമുണ്ട്. അളിയ, പഴകും തോറും വീര്യം കൂടാൻ അളിയൻ വീഞ്ഞൊന്നും അല്ലല്ലോ. അളിയ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിലും 2ാം ഘട്ടല്ലേ? 2ാം ഘട്ട. അപ്പൊ അളിയന് ഞാൻ തന്ന സ്ത്രീധനത്തൊക്കെ കൂടുതലാണ്. ബാക്കി എനിക്ക് തിരിച്ചു തരണം. എന്തിനാ അളിയ? അളിയനെക്കാളും അനുഭവ പരിചയ സമ്പത്ത് അവക്കല്ലേ കൂടുതൽ. പ്രിയ പത്നി, എന്തിനാണ് ഇങ്ങനെ തേങ്ങുന്നത്? എന്റെ ഭാര്യ സഹോദര, എന്തിനിങ്ങനെ തേങ്ങുന്നു? എന്തിനാ കരയണം? 20 വർഷം മുമ്പ് മത്തി തിന്നാൻ എനിക്ക് കൊതിയാണെന്ന് പറഞ്ഞപ്പോ മത്തി മേടിക്കാൻ പോയ എന്റെ ആദ്യ ഭർത്താവിനോർത്ത് ഞാൻ കരഞ്ഞു. ലോകത്തിൽ ആദ്യമായിട്ടാണ് മത്തി തിന്നാൻ പറ്റാത്തതിനിങ്ങനെ പട്ടിയെ പോലെ മോങ്ങുന്നത്. പറഞ്ഞാണ്ടല്ലോ പിന്നെ സംസാരിക്കുന്നത് ഈ കത്തിയായി. നീ എന്തിനാ അവളെ ചീത്ത വിളിക്കണത്? അളിയനെന്നും പറഞ്ഞല്ലേ ഇനി വാ. കത്തി സംസാരിക്കുന്ന ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. ഈ കത്തി ഒന്ന് പ്രകോപിപ്പിച്ച ഇത് സംസാരിക്കുമല്ലോ എന്ന് അറിയണ്ടേ അളിയാ? ഇന്ന് ഞാൻ കുത്തി കൊല്ലട്ടാടി. എന്ത്? ഞാൻ വിവിധയായി പോകുന്നു. വിവിധയല്ല, വിധവ ആയി കഴിഞ്ഞിട്ട് പിന്നെ അതന്നെ ഇതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമല്ല മനുഷ്യ. അണ്ണാ കൊല്ലണ്ണാ. അതല്ലടി, ഇവൻ ചാവണെങ്കിൽ ചാവട്ട്. നിനക്ക് ഞാനുണ്ടടി. സഹോദരനായാലും കല്യാണം കഴിക്കുവാണോ? അറിയാ, നീ ഇത്രയും നാളും കല്യാണം കഴിക്കാണെന്ന് എന്റെ കാര്യം തോന്നുന്നു. അച്ഛൻ പറഞ്ഞു പ്രായമായില്ലേ?
എന്നിട്ടിപ്പോ പ്രായമായി, നല്ല പ്രായമായി, കട്ടിലേക്ക് കിടന്ന് നരകിച്ച് ചത്ത്. അച്ഛൻ അടുത്ത മാസം ആണ്ട് തീറ്റി കൊണ്ട് വരണം. എന്തോന്ന് ആണ്ട് തീറ്റി? അച്ഛൻ ചത്തിട്ട് 1 വർഷമായി. ആണ്ട് തീറ്റി കൊണ്ട് വരണമെന്ന് വരും. പിന്നെ വരുന്ന ഒരു കാര്യം, അളിയനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ ഏൽപ്പിക്കും, ഭംഗിയായിട്ട് ചെയ്യും. അത് വേണം. അനിയത്തീരെ സംബന്ധ വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലി കിട്ടുമ്പോൾ നമ്മൾ നോക്കി ഇന്ന് ചെയ്യണ്ടേ? ചെയ്യും. അളിയൻ പറ എന്ത് ചെയ്യണം? 1 ചാക്ക് സവോള ഞാനങ്ങ് തരും, നല്ല പോലെ തൊലിച്ചോണം. തൊലിക്കലല്ല, പൊളിക്കൽ. അത് വേണം പറയാൻ. ഓ, ഇവിടൊക്കെ പൊളിക്കലല്ലേ? ഇവിടൊക്കെ പൊളിക്കൽ. അവിടൊക്കെ. പിന്നെ അളിയ, ഞാൻ വേറെ കേസ്. അളിയൻ പുറപ്പെട്ടു പോയിട്ട് ആദ്യ ഭർത്താവ് 20 വർഷം മുമ്പ് പോയി. പുറപ്പെട്ടു പോയി. അളിയൻ എന്തളിയ അവന്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കണ്ടിട്ട് തിരിച്ചു വരൂല്ലായിരുന്നു. എങ്ങനെ? അവന്റെ ഒരു ഫോട്ടോ പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുത്തിരുന്നെങ്കിലേ കണ്ടിട്ട് അവൻ തിരിച്ചു വരൂല്ലായിരുന്നു. അങ്ങനെ എന്റെ കാശിന് ആ തെണ്ടി ഫേമസ് ആവണ്ട. അത് എന്നെ കാര്യം മനസ്സിലായ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കറി വെക്കാൻ കുറച്ച് മത്തി വാങ്ങിച്ചോണ്ട് വരാം. അണ്ണാ വരണേ അണ്ണാ. വരൂടി. വത്സലേ. എന്താ ഉത്തമേട്ടാ? നിനക്കിപ്പോഴും നിന്റെ മനസ്സിൽ അവൻ തന്നെ നിന്റെ ആദ്യത്തെ ഭർത്താവ്. ഞാൻ ഉത്തമനാണോടി? അയ്യോ അല്ല, ഞാൻ അറിയാതെ വിളിച്ചു പോയതാ. അയാളെ ഞാൻ എന്നേ മറന്നാ നിനക്ക് കൊള്ളാം. പിന്നെ ഹണിമൂണിന് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകണ്ടെന്ന് നീ തന്നെ തീരുമാനിച്ചു. ഊട്ടിക്ക് പോയാലോ? അവിടെ ഇപ്പൊ നല്ല തണുപ്പാ. തണുപ്പ് വേണ്ട. കാരണം എനിക്ക് ഒന്നാമത് ഈ വാദത്തിന്റെ അസ്കിത ഉള്ളതുകൊണ്ട് തണുപ്പടിച്ചാൽ ഞാൻ കൈ വെക്കാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് അവിടെ വേണ്ട. എന്നാ പിന്നെ കാശ്മീർ പോകാം. അവിടെ ഇപ്പൊ നല്ല ചൂടാ. ചൂട് പറ്റത്തില്ല, കാരണം എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും. അതുകൊണ്ട് അവിടെയും വേണ്ട. ഇനിയിപ്പൊ എവിടാണ് പോകുന്നേ? കോട്ടയ്ക്ക് ആര്യ വൈദ്യശാല പോകാം. നിങ്ങൾക്ക് അതാണ് നല്ലത്. വത്സലേ, അങ്ങനെ പറയലോ. വത്സലേ നിക്ക, ഞാൻ കാര്യം കൊച്ചു പിള്ളേരെ പറഞ്ഞ ഓട്ടനെ അങ്ങ് പിണയിക്കോളൂ. വത്സലേ എന്നാ വത്സലേ, വേണ്ട മത്തി ഉണ്ടെന്നേക്കണ് കൊണ്ടേ കഴുകി കണ്ടിച്ച് കുടംപുളി കിട്ടുന്നില്ല, മുളക് കിട്ടുപോയി. ഇന്നൊരു കയറ്റണം. കുറെ നാളെ ആഗ്രഹിക്കുക, ഇന്ന് ഞാൻ കുറെ തിന്നും. വത്സലേ, ഉത്തമേട്ടാ, ഉത്തം മത്തി മത്തി മേടിക്കാൻ പോയിട്ട് 20 വർഷക്കാലം നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ? അടി വണ്ണേ, ആണുങ്ങളായ അങ്ങോട്ട് കൊണ്ടുപോയി ഇത്തിരിയൊക്കെ താമസിച്ചെന്നിരിക്കും. അതിനിങ്ങനെ നടന്ന് കരയാം. 20 വർഷക്കാലാണോ മനുഷ്യ നിങ്ങൾക്ക് ഇത്തിരി? എന്നാലും നീ എന്നെ ചതിച്ചില്ലേ വത്സലെ? ഞാൻ നിങ്ങളെ ചതിച്ചെന്നു? നിങ്ങളല്ലേ ഇത്ര നാളെ എന്നെ ചതിച്ചത്? നമ്മളാ താമസിച്ചിരുന്ന വളവിലെ വീട് മാറിയെന്ന് നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? എവിടെ അറിയിക്കാൻ? ആരോട് പറയാൻ? നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി ഞാൻ ആ വളവിലെ വീടിന്റെ മതിൽ ചാടി പുറകിൽ അടുക്കള വഴി കയറിയപ്പോൾ മീൻ പൊരിച്ചോണ്ട് നിൽക്കും. പുറകിൽ കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്ത കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓരോറ്റയടി എന്റെ തലയ്ക്ക് തടവി നോക്ക്. ബമ്പല്ലത്, അവളെ ഭർത്താവ് കമ്പിനടിച്ചതാ. അങ്ങനെ ഒരു ബമ്പുണ്ടായതാ. അവന് പൊതുമരാമത്ത് വകുപ്പിലായിരിക്കും ജോലി. എന്തായാലും പോയത് പോട്ടെ. എന്നാലും 20 വർഷക്കാലം നിങ്ങളിത് എവിടെ പോയിരുന്നു? അടി പെണ്ണെ, അത് പറയാൻ മറന്നുപോയി. എടി, ഞാനാണെങ്കിൽ മത്തി മേടിക്കാൻ വേണ്ടി ചന്തയിലോട്ട് പോയല്ലോ. ചന്തയിൽ ചെന്ന് നമ്മുടെ രാഘവന്റെ കടയിൽ നീ 50 പൈസയുടെ കീസും മേടിച്ച് ഞാൻ മത്തി മേടിക്കാൻ മത്തിക്കട കണ്ട് അങ്ങോട്ട് ചെന്നത് ഒരാൾ നിൽക്കുന്നു. യാതിച്ചായിട്ട് കണ്ടുമുട്ടി പരിചയപ്പെട്ടപ്പോൾ അയാളായ ബോംബെയിൽ അതോ ഗുണ്ടയെന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ എനിക്കൊരു ചെറിയ ബുദ്ധി തോന്നി. നിന്റെ അനി അവിടെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കല്ലേ, അവന് ഉപരിപഠനത്തിൽ ബോംബെയിലേക്ക് അയച്ചാൽ എന്തെന്ന്. അങ്ങനെ ഞാനും അയാൾ മറ്റേ ചർച്ച ചെയ്ത് അവനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാനങ്ങ് ബോംബെ പോയി. ബോംബെ ചെന്ന് ഞാൻ അതോ ലോകത്ത് ചെയ്ത് അവൻ അഡ്മിഷൻ എടുത്തപ്പം അതോ ലോക നായകൻ എന്നെ കേട്ടപ്പം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ പോകട്ടെ, എൻ്റെ കൂടെ നില്ലെന്ന്. ഞാൻ പിന്നെ അങ്ങനെ കൂടെ അവിടെ നിന്ന് 5-6 വർഷം കഴിഞ്ഞപ്പോൾ അണ്ണൻ അങ്ങ്
ചത്തതിന് ശേഷം പിന്നെ ഞാൻ അവിടുത്തെ അധോലോക നായകനായി വിശന്ന് കുരുങ്ങി വലഞ്ഞ് ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ചെന്ന് വല്ലതും തിന്നാന്താ എന്ന് പറഞ്ഞ് അവർ ഇത്തിരി മരിക്കീനെയും മീൻകറിയും കൊണ്ട് തന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ നീ മത്തി പഠിക്കാൻ പറഞ്ഞു വിട്ടല്ലേന്ന് ഓർത്ത്. അങ്ങനെ മത്തി പഠിച്ചോണ്ട് വന്നതല്ലേ ഞാൻ. അതൊക്കെ പൊട്ടി. നമ്മളെ പിള്ളേരൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. കൊള്ളാം. കെട്ടിയതിന്റെ പിറ്റേ ദിവസം മത്തി മേടിക്കാൻ പോയ മനുഷ്യനാണ്. ദിവ്യഗർഭം ഉണ്ടാകാനേ ഞാൻ കുന്തിദേവിയൊന്നും അല്ല. പുരുഷൻ. ഓഹോ, അപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി നീ അന്യപുരുഷന്മാരെ വിളിച്ച് മണിയറയിൽ കയറ്റിയല്ലേടി? ഇവൻ ആരാണെന്ന്? ഇതെന്റെ പഴയ ഭർത്താവ്. അപ്പൊ ഇവനാ? ഇതെന്റെ പുതിയ ഭർത്താവ്. പഴയത് മാറ്റി പുതിയത് വാങ്ങാൻ ഇതെന്തോന്നാടി, എക്സ്ചേഞ്ച് മേളയോ? എടീ സത്യം പറ, ഇവൻ ആരാണ്? എന്താണ് ഇവന്റെ പേര്? ഇതെന്റെ പഴയ ഭർത്താവ് ഉത്തമൻ. ഞാൻ ഉത്തമൻ എന്ന പേര് മാറ്റി ബോംബെ ചെന്നു. ബോംബെയിൽ ഉത്തമൻ എന്ന പേരിനൊരു വിലയില്ല. അങ്ങനെ ഞാൻ എന്റെ പേര് ഹിന്ദിയിലേക്ക് മാറ്റി ഓത്മാൻ. ഈ മുഖത്തിന് പറ്റിയ പേര് ഊത്തുമാൻ. നല്ല പേര്. എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. ബോംബെയിൽ ചെന്ന് അന്വേഷിക്കണം എന്നെ കുറിച്ച്, യൂത്ത്മാനെ കുറിച്ച്. എടാ, സിനിമാ ലോകത്ത് ഞാൻ പരിചിതനാണ്. എടാ, അമിതാഭ് ബച്ചൻ ഉടുപ്പെടുന്നത് ഞാൻ അറിയാമോ? അമിതാഭ് ബച്ചന്റെ ഉടുപ്പെന്തിനാ ഇയാൾ എടുത്തിരുന്നത്? അമിതാഭ് ബച്ചൻ ഉടുപ്പെടുന്ന കാര്യമല്ലോ പറഞ്ഞത്. അമിതാഭ് ബച്ചൻ സിനിമകളിൽ അമിതാഭ് ബച്ചൻ ഡൂപ്പായിട്ട് അഭിനയിക്കുന്നത് ഞാനാണെന്ന്. ഈശ്വര, അമിതാഭ് ബച്ചന്റെ കറക്റ്റ് പൊക്കം, പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പറയേ വേണ്ട. കറക്റ്റ് ആണ് കേട്ടോ അമിതാഭ് ബച്ചൻ. എന്താ കളിയാക്കുന്നാടെ? നിനക്ക് അറിഞ്ഞൂടെ? അതോ ലോകത്തിൽ എന്റെ പിള്ളേരെ വിളിച്ചോണ്ട് വന്നാണ്ടല്ലോ, നിന്നെ തീർത്തുകളയും. എന്നെ തീർത്താ എനിക്ക് വരാം. ഇയാൾ വന്ന് ഇവിടെ നിൽക്കോളൂ. എന്റെ മേടിച്ചല്ലേ. ദൈവമേ, ആറ്റുനോറ്റിരുന്ന ഒരു കല്യാണം കഴിച്ചു. ഒരു വശത്ത് അതോ ലോകം, ഒരു വശത്ത് ഗുണ്ട, നടുക്ക് വിജൃംഭിച്ച് നിൽക്കുന്ന ഒരു മാടപ്രാവ്. പക്ഷെ മാടപ്രാവിന്റെ തീറ്റി ഇത്തിരി കൂടി പോകും. എടാ, നിനക്ക് ചേരുന്ന മാടപ്രാവെന്നല്ല, മാടൻ തമ്പുരാൻ. അതാണ് ഇവന് പറ്റിയ പേര്. 40 വർഷം കാത്തിരുന്നു ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി. കല്യാണം കഴിച്ചു, അതിങ്ങനെയായി. വത്സലേ, എന്റെ പ്രിയ പത്നി, എന്നെ വിട്ടു നീ പോകുമോ? ഇതാര്? രമണനും ചന്ദ്രികയും. നിനക്ക് എന്താണ് സത്യത്തിൽ പണി? മലയാള ഭാഷാ അധ്യാപകൻ. ഞാൻ വിചാരിച്ച് നാടക നടനായിരിക്കും. കിരീടത്തിന്റെ സീൻ ഇവിടെ കാണിക്കാതെ ഇവനോട് ചോദ്യ കാര്യങ്ങൾ എന്താണെന്ന്. ഉത്തമ, ഇന്ന് കൊന്നു നിന്റെ കരളിയാ എടുക്കും. ബോംബെ അധോലോകത്ത് വെച്ച് ദാവൂദ് ആ കരളങ്ങ് എടുത്ത് ഇനി അളി എടുക്കാൻ നോക്കി അളി നാണം കെട്ടുമോ? കരളില്ല എനിക്ക്. ഒരു കാര്യം കേട്ടോ, ഈ കരൾ മാറ്റി കുടലാക്കാം. ബോംബെയിലെ ആഹാരമൊക്കെ കഴിച്ചേ എന്റെ കുടൽ നിറച്ച് അൾസറാ. അതുകൊണ്ട് അത് കൊള്ളൂലളിയാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്റെ പൊന്നളി അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവനെ തീർത്തുകളാ. ഇവനെ തീർക്കണം. എടാ, അങ്ങനെ എന്നെ പറ്റിക്കാമെന്ന് നോക്കണ്ട. കഴിഞ്ഞ 20 വർഷക്കാലത്തെ കഥകൾ മറക്കുന്നവനല്ല ഈ ഗുണ്ട സുകുമാരൻ. നിന്നെ ഇന്ന് ഞാൻ എന്തായാലും HMTയുടെ വാച്ച്. ടൈറ്റാൻ. HMT ടൈറ്റാൻ. ആ ശരിയാ, ടൈറ്റാന്റെ വാച്ച്. ഇതാർക്ക് കൊണ്ടുവന്നതാ ബോംബെന്ന്? ആർക്ക് കൊണ്ടുവന്നതാ? അളിയന്. എനിക്കാ? അളിയനെ കുത്തിക്കൊന്ന ഇത് ഞാൻ എങ്ങനെ തരും? കൊള്ളാം കേട്ടാ. എന്റെ പൊന്നളിയ 20 വർഷം അളിയന്റെ പൊന്നു പെങ്ങളെ സങ്കടക്കടലിലാക്കി നശിപ്പിച്ചിട്ട് നാട് വിട്ട ആ മരമാക്രിയെ കുത്തിപ്പിളർത്ത്. അങ്ങനെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ടടാ നിന്റെ ഞാൻ. അല്ല, എന്തൊരു കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്നത്? എന്തിന്റെ കാര്യമാണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അത് റെക്കോർഡ് ചെയ്താൽ പിന്നെയും പറയാല്ലേ. അതല്ല 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 എന്ത് കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്? ഇത് അവനെ കൊല്ലുന്ന കാര്യം. കൊല്ലുന്ന കാര്യം. നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവാ. കൊല്ലും കൊല്ലും. അളയാ വിളയാ ഉടുപ്പിന്നോട് വിടുകളയാ വെള്ളയാ വിടുകളയാ. അച്ഛലേ വിടാൻ പറയണേ. അണ്ണാ വിടണാ. വിടയില്ല പീ. ഇവിടെ പെണ്ണ് പറഞ്ഞില്ലേ വിടാൻ വിടരാ. വിടൂല പീ. വിടണാ. വിടുകളയാ വിടുകളയാ വിടണാ. ഇത് എത്ര പവനുണ്ടെന്ന് പറയാമോ? 10 പവൻ.
ഇത് ആർക്ക് കൊണ്ടുവന്നതാ? ആർക്ക് കൊണ്ടുവന്നത്? എന്റെ അളിയന് കൊണ്ടുവന്നത്. വന്നേ 20 വർഷക്കാലം പൊന്നെ കരളെ തേരയെന്ന് പോറ്റി വളർത്തി സ്വന്തം പെങ്ങളെ കളഞ്ഞിട്ട് നാട് വിട്ടു പോയ ആ കരാള ഹസ്തനെ കൊന്ന് കുടൽമാല വലിച്ചു പുറത്തിടാളിയാ. നിനക്ക് സുവിശേഷ പ്രസംഗത്തിന്റെ പണിയുണ്ടാടാ. ജീവിതം കൈവിട്ട് നിൽക്കുന്ന ഒരു കള്ള കൊരകന്റെ കഥയാണ് അളിയാ. കൊല്ലളിയാ. വല്ലവന്റെ മൂട്ടിൽ കാന്താരിമുളക് തേക്കാൻ വലിയ താല്പര്യം തന്നെ അല്ലേ? അയ്യടാ അങ്ങ് ഇറങ്ങിക്കണം. എടി വേണേ ഇങ്ങോട്ട് താ. നിനക്ക് ഈ നിൽക്കണം നിന്റെ പഴയ ഭർത്താവിനാണോ ഈ നിൽക്കണം പുതിയ ഭർത്താവിനാണോ? നീ തീരുമാനിക്കും. നീ തീരുമാനിക്കും. അതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ. അതുകൊണ്ട് നമുക്കൊന്ന് ഊണൊക്കെ കഴിച്ചിട്ട് സമാധാനായിട്ടിരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരു തീരുമാനം പറയാം. അവള് പറയുന്ന കാര്യമുണ്ട്. ഊണ് കഴിച്ചിട്ടാകുമ്പോ റെസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാമല്ലോ. എടുപിടിയുന്നൊരു കാര്യം അത് ശരിയാണ്. അവളെ കല്യാണം കൂടെ കഴിഞ്ഞല്ലേ? അപ്പൊ ഊണൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് ആലോചിക്കാം. അപ്പൊ മത്തി പോരാ, ഞാൻ പോയിട്ട് ഒരു വലിയ ചൂര മേടിച്ചിട്ട് വരാം. അതാകുമ്പോ അടിപൊളിയാണ്. ഞാൻ പോയിട്ടോ പോയി വായിച്ചോട്ടെ. അതാണ് നല്ലത്. അല്ല ഒന്നും പറയണ്ട, ഇനി നമുക്ക് സമാധാനായിട്ട് താമസിക്കാം. അല്ലണ്ണാ? പിന്നെ അതെങ്ങനെയാടി? എങ്ങനെയാണെന്നാ, ഇത്തിരിക്കാൻ പോകുന്ന ഈ മത്തി മേടിക്കാൻ പോയിട്ട് അയാൾ 20 വർഷം കഴിഞ്ഞാണ് വന്നത്. അപ്പൊ ഇത്രയും വലിയ ചൂര മേടിക്കാൻ പോയ അയാൾ